ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കടക്കേണ്ടിയിരിക്കുന്നു. എക്സാലോജിക് CMRL ഇടപാടിലെ അന്വേഷണ വിവരം കൈമാറാത്തതിന് കേന്ദ്രത്തെ വിമർശിച്ച് ഹൈക്കോടതി. അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് വിടുന്നതിൽ കോടതി അഭിപ്രായം തേടിയിരുന്നു. കേന്ദ്രം ഇതിന് മറുപടി നൽകിയില്ല. 2 ആഴ്ച കൂടി സമയം വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. എക്സാലോജിക്കിനെതിരായ ROC കണ്ടെത്തൽ ഗുരുതരമാണെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് കോടതിയിൽ വാദിച്ചു. ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 12ലേക്ക് മാറ്റി. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ കോടതിയുടെ ഒരു വിമർശനം എത്തുന്നത് ഏതൊരു സാഹചര്യത്തിലാണ്? കേന്ദ്രം ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നില്ല, തുടർ നടപടികൾ, അന്വേഷണം കൈമാറുന്നതിൽ എന്തുകൊണ്ട് കാലതാമസം? ഈ രീതിയിലാണോ വിമർശനം ഉണ്ടായത്? എന്നത്തേക്കാണ് മാറ്റിവെച്ചത്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുകയുണ്ടായത്. ഈ കേസെടുത്ത ഘട്ടത്തിൽ കോടതി മുമ്പാകെ ഷോൺ ജോർജ് പറഞ്ഞത് ഇത് ഗൗരവമേറിയ കേസാണ്, ഇതിൽ 210 പ്രകാരമുള്ള അന്വേഷണമല്ല വേണ്ടത്, ക്രിമിനൽ കുറ്റകൃത്യമായതിനാൽ 212 പ്രകാരമുള്ള അന്വേഷണം നടത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് കോടതി മുൻപാകെ CMRLന്റെയും KSADCയുടെയും അഭിഭാഷകർ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്ന് ചോദിച്ചത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നതിൽ എന്താണ് തീരുമാനമെടുത്തതെന്ന് ചോദിച്ചു. പക്ഷേ കേന്ദ്രത്തിന് മറുപടി ഉണ്ടായില്ല. നിങ്ങളോട് കഴിഞ്ഞ തവണയും ഇതേ ചോദ്യം ചോദിച്ചതല്ലേ, എന്നിട്ടും എന്താണ് ഇത്ര താമസം എന്ന് കോടതി ഒരൽപ്പം പരുഷമായി തന്നെ ചോദിച്ചു. ഇന്ത്യ വലിയ സാമ്പത്തികമായി മുന്നേറുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്താണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നൊരു പരിഹാസവും കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. തുടർന്ന് 2 ആഴ്ചത്തെ സാവകാശം തേടിയിട്ടുണ്ട് നിലവിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ. അതിനുള്ളിൽ ഈ വിഷയത്തിൽ മറുപടി നൽകുമെന്നും പറയുന്നു. തുടർന്ന് ഫെബ്രുവരി 12ലേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ശരി, ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.